കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മരുത കെട്ടുനെല്ലിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ ഉത്തുച്ചായയിൽ നടന്ന ചടങ്ങിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾ നേരിട്ട് കുറേ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഈ അംഗനവാടി ഉദ്ഘാടനം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഫസ്റ്റിലേത് തീരുമാനിച്ചതിൻ്റെ പേരിൽ അന്ന് കുറച്ച് വർക്കുകൾ കഴിഞ്ഞ വർക്കുകൾക്ക് മെഷർമെൻറ്റ് ഒപ്പിട്ട് കൊടുക്കാത്ത ഈ ഏഴിൻ്റെ സെക്രട്ടറി പ്രശ്നം പറഞ്ഞില്ല. ആ ഏഴ് സെക്രട്ടറി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങൾ 23 മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് എന്ത് കാര്യവും ഞങ്ങൾ ബോർഡിൽ എന്താണ് തീരുമാനിക്കുക ആ തീരുമാനത്തിന് പോലെ തന്നെ ഞങ്ങൾ പോയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഈ ഒരു സംഘർഷഭരിതമായ ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് വളരെ സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ അംഗനവാടിയിലെ ടീച്ചറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് വരികയാണെങ്കിലോ മിക്കവാറും ഈ ഒരു ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് തുറന്നു തരണം. അംഗനവാടി കുട്ടികൾക്ക് ഷീറ്റിട്ട വെയിൽ കൊണ്ടാണ് ഇപ്പോൾ വെയിലായി, വെള്ളമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളായി. വാടകയ്ക്ക് നിൽക്കുന്ന ആളുകൾ അവിടെ നിൽക്കാനുള്ള സമ്മതമില്ലാതായിട്ടുണ്ട്. ഞങ്ങൾക്ക് തുറന്നു തരണമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ തവണ ഞങ്ങൾക്ക് ഈ അംഗനവാടിയുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഹഫ്സത്ത് പുളിക്കൽ, വാർഡംഗം എം ഷിഹാബ്, CDS പ്രസിഡന്റ് എലിസബത്ത് മാത്യു, കെട്ടുങ്കൽ യൂണിവേഴ്സ് ക്ലബ്ബ് പ്രതിനിധി, അങ്കണവാടി അധ്യാപിക സുമയ്യ എന്നിവർ സംസാരിച്ചു. 2 ഘട്ടങ്ങളിലായി അനുവദിച്ച 37 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മനോഹരമായ അങ്കണവാടി കെട്ടിടം പണി കഴിപ്പിച്ചത്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ആനന്ദം പകരാൻ പുതിയ കളി ഉപകരണങ്ങളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സിന്ധു രാജൻ, ജയമോൾ വർഗീസ്, അംഗങ്ങളായ CK നാസർ, മുപ്ര സെയ്ദലവി, വിവിധ കക്ഷി നേതാക്കളായ CU ഏലിയാസ്, PV മാത്യു, മച്ചിങ്ങൽ കുഞ്ഞു, കോയണ്ണി വാളശ്ശേരി, ഗോപൻ മരുത, VP ഷൗക്കത്ത് എന്നിവർ സംബന്ധിച്ചു. അതേസമയം അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രിയെ പങ്കെടുപ്പിച്ച് നടത്തണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ ചടങ്ങ് ബഹളമായി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ K പ്രജീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്തിരുന്നു. റിബൺ മുറിക്കാനുള്ള കത്രികയ്ക്കായി പിടിവലിയും ഉന്തുന്തള്ളും നടന്നു. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.